അങ്ങനെ അവർ ഹോഗ്വേർട്സ് എത്തിയിരിക്കുകയാണ്. ഹോഗ്വേർട്സ് എത്തിയതും ആ ഹോഗ്വേർട്സിൻ്റെ വാതിൽ തുറന്ന് അവിടെ ഒരു വയസ്സായ ഒരു വിച്ച്, ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടാവും. ഈ സ്ത്രീ അത്യാവശ്യം വയസ്സായിട്ടുണ്ട്. നല്ല നീളം മൂക്കും പച്ച റോബ്സൊക്കെ ഇട്ടിട്ടാണ് ഈ സ്ത്രീ നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്നറിയില്ല. ഈ സ്ത്രീ വേറെ ആരുമല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മറ്റേ ഡെസ്ലീസിൻ്റെ വീട്ടിൽ പൂച്ചയായി ഇരുന്നുണ്ടായിരുന്ന ഒരു സ്ത്രീ? അതെ, മെഗനഗൽ, പ്രൊഫസർ മെഗനഗൽ. ഇവരൊക്കെ ഈ ഹോഗ്വേർട്സിലെ പ്രൊഫസർമാരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഫസറായിട്ട് അവിടെ മെഗനഗൽ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഈ മെഗനഗൽ ഹാഗ്രിഡിനോട് പറയുകയാണ്, താങ്ക് യു ഹാഗ്രിഡ്, ഇനി ഫസ്റ്റ് ഇയേഴ്സിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ഈ ഫസ്റ്റ് ഇയേഴ്സിനെ മുഴുവനും ലൈനായി നിർത്തിയിട്ട് നമ്മുടെ മെഗനഗൽ ഹോഗ്വേർട്സിൻ്റെ ഗ്രേറ്റ് ഹാളിലേക്ക് ഈ ഫസ്റ്റ് ഇയേഴ്സിനെ കൊണ്ടുപോവാണ്. അപ്പം ഹാരി നമ്മുടെ ഈ ഹോഗ്വേർട്സിൻ്റെ ഒരു ഭംഗിയും ആ ഒരു മാജിക്കൽ ആംബിയൻസ് ഒക്കെ കണ്ട് ഭയങ്കര അന്തം വിട്ട് നിൽക്കുകയാണ്. ഹോഗ്വേർട്സിൻ്റെ ആ ഗ്രേറ്റ് ഹാളിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കുറേ മെഴുകുതിരികൾ ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ ഒരു വെളിച്ചം മാത്രമേ അവിടെ ഉള്ളൂ. ഈ ഒരു വെളിച്ചം കൂടാതെ അവിടെ ഉണ്ടായിരുന്നൊരു വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ ഡംബിൾഡോറിൻ്റെ ആ ഒരു സിൽവർ മുടിയും സിൽവർ താടിയും തിളക്കമായിരുന്നു. ഡംബിൾഡോർ അവിടെ വലിയൊരു ചെയറിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഡംബിൾഡോർ ഹോഗ്വേർട്സിൻ്റെ ഹെഡ് മാസ്റ്റർ ആണല്ലോ. ഹാരിക്ക് ഡംബിൾഡോറിനെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഹാരി ഈ കാർഡിൽ കണ്ടിരുന്നല്ലോ ഡംബിൾഡോറിനെ, ആ ഒരു ചോക്ലേറ്റ് ഫ്രോഗ് കഴിച്ചപ്പോൾ കിട്ടിയ കാർഡിൽ. അതുകൊണ്ട് ഡംബിൾഡോറിനെ കാണുമ്പോൾ ഹാരിക്ക് മനസ്സിലാവും. വേറെ ആരെയും ഹാരിക്ക് അങ്ങനെ വലിയൊരു പരിചയമില്ല. ഇവിടുത്തെ ആരെയും ഹാരിനെ അറിയണില്ല, ഹാരിക്ക് അറിയണില്ല. ആരും സംസാരിക്കണമില്ല. സംസാരിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്ന ഒരേ ഒരാൾ ഹെർമൈണി ഗ്രേഞ്ചർ ആയിരുന്നു. ഹെർമൈണി ഗ്രേഞ്ചർ അവിടെ ഹെർമൈണി പഠിച്ച മറ്റേ സ്പെല്ല് മറിച്ച സ്പെല്ല് ഈ മെഴുകുതിരികൾ തൂങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മറ്റൊരു മന്ത്രവാദം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്പെല്ല് കൊണ്ടാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. സത്യം പറഞ്ഞാൽ ഹാരിക്ക് ഹെർമൈനിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ ടെൻഷനാവുക. കാരണം ഹാരിക്ക് ഒന്നും അറിയില്ല. ഇനി ഇവർ ഇവിടുന്ന് പറഞ്ഞു വിടുമോ ഒന്നും ഹാരിക്ക് അറിയില്ല. അങ്ങനെ നമ്മുടെ പ്രൊഫസർ മെഗനഗൽ പറയുകയാണ്, നിങ്ങളെ ക്ലാസ്സുകളിലേക്ക് അയക്കുന്നതിന് മുന്നേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നിങ്ങളെ ഹൗസിലേക്ക് മാറ്റുന്നതാണ്. അതായത് നമുക്ക് 4 ഹൗസ് ഉണ്ട്. ഒന്ന് ഗ്രിഫൻഡോർ, ഒന്ന് ഹഫിൾ പഫ്, ഒന്ന് സ്ലിത്തറിൻ, ഒന്ന് റെവൻക്ലോ. ഈ 4 ഹൗസിലേക്കും നിങ്ങളെ മാറ്റുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഈ 4 ഹൗസും വളരെ ഫേമസ് ആയ ഹൗസാണ്. ഒരുപാട് നല്ല വിച്ചും വിസാർഡുകളും ഈ 4 ഹൗസിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഹൗസും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഹൗസിലേക്കാണ് പെടുന്നത്, അല്ലെങ്കിൽ ഹൗസ് തിരിച്ച് നിങ്ങളെ ഇന്ന് സോർട്ട് ചെയ്യുക എന്ന പരിപാടിയാണ് ഇന്ന് നമുക്കുള്ളത് എന്ന് നമ്മുടെ പ്രൊഫസർ മെഗനഗൽ പറയുകയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും ഹാരിക്ക് അങ്ങോട്ട് പേടിയാവാൻ തുടങ്ങി. കാരണം ഹാരി ചോദിക്കുക, എങ്ങനെ ഹൗസ് തിരിക്കുക? ഇനി എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ ഈ ഹൗസ് തിരിക്കണം? ഹാരിക്ക് ഒന്നും അറിയില്ല, ഹാരിക്ക് മാജിക് അറിയില്ല. അപ്പോൾ ഹാരി റോണിനോട് ചോദിക്കുക, ഈ ഹൗസ് തിരിക്കണ പരിപാടി എങ്ങനെ? അപ്പോൾ റോൺ പറയുകയാണ്, എന്തോ ഒരു ടെസ്റ്റ് നടത്തിയിട്ടാണ് തോന്നുന്നു, എന്നോട് ഫ്രെഡ് പറഞ്ഞതാ. പിന്നെ ഫ്രെഡ് പറഞ്ഞു എന്തോ ഭയങ്കര വേദനിക്കണ ഒരു ടെസ്റ്റ് അത്രേ. അങ്ങനെ ഒരു സംഭവമാണ് എന്നോട് ഫ്രെഡ് പറഞ്ഞത്. എന്താണെന്ന് എനിക്കും വലിയ ധാരണ ഇല്ല പറയുക. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും നമ്മുടെ ഹാരിയുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വയറിലൊരു ആന്തൾ, അല്ലെങ്കിൽ വയറ് കാളുക എന്നൊക്കെ പറയില്ലേ, അത്രയും പേടിയാണ് നമ്മുടെ ഹാരിക്ക്. കാരണം ഹാരിക്ക് ഒന്നും അറിയില്ല. അതും എല്ലാ സ്കൂളിൻ്റെയും മുന്നിൽ ഹെഡ് മാസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ട്, ഇത്രയും പിള്ളേർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ടെസ്റ്റ് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ഹാരിക്ക് മാജിക് എന്താണെന്ന് അറിയില്ല. ഇന്നേ വരെ ഹാരി ഒരു മാജിക് ചെയ്തിട്ടില്ല. ഹാരി ഒരു ഏതാണ് ഒന്നും ഹാരിക്ക് അറിയില്ല. ഇനി വന്നപ്പോഴേക്കും തന്നെ പോവേണ്ടി വരുമോ, തിരിച്ച് ഡെസ്ലീസിൻ്റെ അടുത്തേക്ക് തന്നെ പോവേണ്ടി വരുമോ? ഭയങ്കരമായിട്ട് ടെൻഷൻ. സത്യം ഡെസ്ലീസിൻ്റെ അടുത്ത് ഹാരിയുടെ റിപ്പോർട്ട് കാർഡ് കാണിച്ചു കൊടുക്കുമ്പോൾ പോലും ഹാരിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത്രയും ടെൻഷൻ തോന്നുകയാണ് ഹാരിക്ക്. തിരിച്ചു പോകേണ്ടി വരുമോ, എനിക്ക് മാജിക് അറിയില്ല എന്ന് ഇവർക്ക് മനസ്സിലാവുമോ, ഞാനൊരു വിസാർഡല്ല എന്ന് ഇവർ പറയുമോ, എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെടുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടിയായിരുന്നു ഹാരിക്ക്. പെട്ടെന്ന് പ്രൊഫസർ മെഗനഗൽ ഒരു തൊപ്പി കൊണ്ടുവരികയാണ്, ഒരു ഹാറ്റ്, ഒരു കൂർത്ത തരത്തിൽ ഒരു കറുത്ത കളറിലിരിക്കുന്ന ഒരു ഹാറ്റ്. എന്നിട്ട് ആ ഹാറ്റ് അവിടെ വെക്കുകയാണ്. എന്നിട്ട് ഈ ഹാറ്റ് പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ തുടങ്ങുകയാണ്. ഈ ഹാറ്റാണ് നമ്മുടെ സോർട്ടിങ് ഹാറ്റ്, അതായത് ഇവരെ ഹൗസ് തിരിക്കുന്ന തൊപ്പി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റോ ഒന്നുമല്ല, ഈ തൊപ്പി തലയിൽ വെക്കും. എന്നിട്ട് ആ തൊപ്പി പറയും നമ്മൾ ഏത് ഹൗസിലാണെന്ന്. അതായത് ഈ തൊപ്പി വെറും തൊപ്പിയല്ല, ഹോഗ്വേർട്സ് ആണ്, ഒരു മാന്ത്രിക തൊപ്പിയാണ്. തൊപ്പിക്ക് നമ്മുടെ തലയിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ത്, നമ്മുടെ ക്യാരക്ടർ എന്താണ്, നമ്മുടെ ഫീച്ചേഴ്സ് എന്താണ്. എന്നിട്ട് അതിനനുസരിച്ച് ഈ തൊപ്പി നമ്മളെ ഈ 4 ഹൗസിൽ ഏതെങ്കിലും ഒരു ഹൗസിലേക്ക് ആക്കിത്തരും. ഇത് കേൾക്കുമ്പോൾ ആ റോൺ പറയണത്, ആ ഫ്രെഡ് എന്നെ പറ്റിച്ചതാണ്, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇങ്ങനെയൊന്നല്ലാന്ന്. എന്നോട് ആ ഫ്രെഡ് എന്തൊക്കെയാണ് പറഞ്ഞ് ഏതൊരു മോൺസ്റ്ററിനെ വരെ മല്ലയുദ്ധം ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് ആ ഫ്രെഡ് പറഞ്ഞിരുന്നത്. പേടിക്കേണ്ട ഹാരി, ഈ തൊപ്പി വെറുതെ തലയിൽ വെച്ചാൽ മതി, ആ തൊപ്പി അങ്ങോട്ട് പറഞ്ഞോളും ഏത് ഹൗസിലേക്കാണെന്നുള്ളത്.
ഹാരിക്ക് സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ കുറച്ച് സമാധാനമാവും. പക്ഷെ എന്നാലും ഇത്രയും പേരുടെ മുന്നിൽ വേണോ, ഇത്രയും പേരുടെ മുന്നിൽ വേണമായിരുന്നു എന്നുള്ളൊരു ടെൻഷനാണ് ഹാരിക്ക്. അങ്ങനെ അവിടെ സൂട്ടിങ് സെറിമണി തുടങ്ങുകയാണ്. ഓരോരോ ഫസ്റ്റ് ഇയേഴ്സിനെയും വിളിച്ചിട്ട് ഈ ഹാറ്റ് എന്ത് ചെയ്യും, അവരുടെ തലയിൽ വെക്കും. അങ്ങനെ ഈ ഹാറ്റ് ഓരോരുത്തരുടെ തലയിൽ ഇരിക്കുമ്പോഴും ഹാറ്റ് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയും ഗ്രിഫൻഡോർ, അല്ലെങ്കിൽ ഹഫിൾ പഫ്, സ്ലിതറിൻ, റെവൻക്ലോ എന്നിങ്ങനെ ഓരോരോ ഹൗസും വിളിച്ച് പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഹെർമേണിയുടെ പേര് വിളിക്കും. ഹെർമേണി വേഗം ഓടിച്ചെല്ലും, വേഗം ആ ഹാറ്റ് എടുത്ത് തലയിൽ വെക്കുകയാണ്. അപ്പോൾ ആ ഹാറ്റ് ഉറക്കെ വിളിച്ച് പറയും ഗ്രിഫൻഡോർ എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോഴേക്കും റോണിൻ്റെ പകുതി ആശ്വാസം പോവും. ഈശ്വര, ഇനി ഇവളുള്ള ഹൗസിൽ തന്നെ ആവുമോ ഞാനും എന്നൊരു സംശയം വരികയാണ് റോണിന്. ഹാരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് ടെൻഷനാവാൻ തുടങ്ങുകയാണ്. ഇനി ആ ഹാറ്റ് തലയിൽ വെച്ചിട്ട് ഹാറ്റ് പറയുമോ ഞാൻ ഒന്നിലും പെടില്ല എന്ന്, അല്ലെങ്കിൽ ഞാൻ ഒന്നിനുള്ളവനല്ല എന്ന് ഹാറ്റ് പറയുമോ, അല്ലെങ്കിൽ ഞാനൊരു മിസ്റ്റേക്കായിരുന്നു എന്ന് ഇവർ പറയുമോ? ഇങ്ങനത്തെ ചിന്തകളാണ് ഹാരിയുടെ മനസ്സിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഹാരിയുടെ പേരും വിളിക്കുകയാണ്, ഹാരി പോട്ടർ. പെട്ടെന്ന് ആ ഹോള് മുഴുവനും സൈലൻ്റ് ആവുകയാണ്. കാരണം ഹാരി പോട്ടർ ശരിക്കും അതന്നെയാണ് അവർ വിളിച്ചത്. എല്ലാവരും ഹാരിനെ കാണാൻ വേണ്ടി എത്തി നോക്കുക. കാരണം ഹാരി പോട്ടർ എന്ന് പറയുന്നത് അവിടെ ഫേമസ് ആണ്, ദി ഹാരി പോട്ടറാണ്. ഹാരി പോട്ടർ എന്ത് ചെയ്യാണ്, അവിടെ വന്ന് ഇരിക്കുകയാണ്. അങ്ങനെ ഈ തൊപ്പി തലയിൽ വെക്കുകയാണ്. അപ്പോൾ ഈ തൊപ്പി ഒരുപാട് കാര്യങ്ങൾ പറയും. കൊള്ളാം, കറേജസ് ആണ്, ഒരുപാട് കാര്യങ്ങളിൽ നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റും, ഏതിലപ്പം ഞാൻ ഇടുക എന്നിങ്ങനെ ആ ഒരു തൊപ്പി ഇങ്ങനെ പറയുക. അപ്പോൾ ഹാരി പറയും നോട്ട് സ്ലിതറിൻ, സ്ലിതറിൻ വേണ്ട എന്ന് പറയുക ഹാരി. അപ്പോൾ ആ തൊപ്പി ചോദിക്കും ആർ യു ഷുവർ, സ്ലിതറിനിലാണെങ്കിൽ നിനക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, നീ നല്ല രീതിയിൽ നല്ലൊരു വിസാർഡായിട്ട് വരും സ്ലിതറിനിലാണെങ്കിൽ. പക്ഷേ ഹാരി പറയും വേണ്ട എനിക്ക് സ്ലിതറിൻ വേണ്ട. അപ്പോൾ ആ തൊപ്പി എന്ന് പറയും ഓക്കെ നിനക്ക് അങ്ങനെ മതിയെങ്കിൽ വേണ്ട, ഗ്രിഫൻഡോർ എന്ന് വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഹാരിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഹാരി വേഗം ഗ്രിഫൻഡോറിൻ്റെ ടേബിളിലേക്ക് ഓടി പോവുകയാണ്. അപ്പോൾ പേഴ്സി, നമ്മുടെ ഈ പറയുന്ന റോണിൻ്റെ ഏട്ടനുണ്ടല്ലോ, റോണിൻ്റെ ഏട്ടന്മാരെല്ലാവരും ഗ്രിഫൻഡോർ ആണല്ലോ. ഹാരി പോട്ടർ ഗ്രിഫൻഡോറായപ്പോൾ ഈ പേഴ്സിയും എല്ലാവരും നല്ലോണം കൈകൊട്ടുകയാണ്. വെൽ ഡൺ എന്ന് എല്ലാവരും പറയുകയാണ്. അടുത്തത് ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഹൗസ് തിരിക്കാൻ. ഈ ഡ്രാക്കോ മൽഫോയിനെ വിളിക്കും. ഡ്രാക്കോ മൽഫോയിനെ വിളിച്ചതിന് ശേഷം ആ തൊപ്പി ഡ്രാക്കോൻ്റെ തലയിൽ തൊട്ടതും പറയും സ്ലിതറിൻ എന്ന് പറയുകയാണ്. ഡ്രാക്കോന് സ്ലിതറിൻ എന്ന് പറയുമ്പോഴേക്കും ഡ്രാക്കോയ്ക്ക് ഭയങ്കര അഭിമാനമാണ് ഈ സ്ലിതറിൻ ആയതിന്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഡ്രാക്കോ സ്ലിതറിൻ്റെ ടേബിളിൽ പോവുകയാണ്. പിന്നെ നമ്മുടെ റോണിനെ വിളിക്കുകയാണ്. റോണിനെ വിളിക്കുന്ന സമയത്തും റോണിനെ ആ തൊപ്പി പറയുകയാണ് ഗ്രിഫൻഡോർ എന്ന് പറയുകയാണ്. അപ്പോഴാണ് റോണിന് നമ്മുടെ ശ്വാസം ഒന്ന് നേരെ വീഴുന്നത്. റോണ് വേഗം ഈ ഗ്രിഫൻഡോറിൻ്റെ ടേബിളിലേക്ക് പോവുകയാണ്. ഹാരി റോൺ ഗ്രിഫൻഡോർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കൈയടിക്കുകയാണ്. അങ്ങനെ ഈ ഗ്രിഫൻഡോറുകളെല്ലാം ഇവരൊരു ടേബിളിലിരിക്കുക. നമ്മുടെ ഗ്രിഫൻഡോറിൻ്റെ ടീച്ചറാണ് ഈ പറയുന്ന പ്രൊഫസർ മെഗനഗൽ. അങ്ങനെ ഹാരി സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും പേര്, ഇത്രയും ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലിരിക്കണു. എല്ലാവരും ഹാരിനോട് സംസാരിക്കുന്നു, എല്ലാവരും ഹാരിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ നെവിൽ ലോങ് ബോട്ടം, ഓർമ്മയുണ്ടോ നെവിൽ ലോങ് ബോട്ടം ഗ്രിഫൻഡോർ തന്നെയാണ് കേട്ടോ. കഥകൾ പറയുന്ന സമയത്ത് നമ്മുടെ നെവിൽ ലോങ് ബോട്ടം പറയും എന്നെ വളർത്തിയത് എല്ലാവരും എൻ്റെ അമ്മൂമ്മയാണ്, എന്നെ വളർത്തിയതൊക്കെ എൻ്റെ അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് മാജിക്കൽ പവേഴ്സ് ഒന്നും ഇല്ലയെന്നായിരുന്നു. എനിക്കിത് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരെന്നെ അങ്ങനെ തള്ളിയിടും, ഇങ്ങനെ തള്ളിയിടും. മാജിക്കൽ പവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ അതറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ 8 വയസ്സ് വരെ ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. എൻ്റെ 8ാമത്തെ വയസ്സിലാണ് എനിക്ക് മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. അന്ന് എനിക്ക് എൻ്റെ സ്നേഹത്തോടെ എൻ്റെ അമ്മൂമ്മ മേടിച്ചെന്ന ഗിഫ്റ്റാണ് ഈ തവള, ഈ ടോഡ്. ആ തവളയെ തിരിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെവിലിലേക്ക്. വേറൊരു പയ്യനുണ്ട് കേട്ടോ, സീമസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സീമസ് പറയുകയാണ് എൻ്റെ അമ്മ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല, എൻ്റെ അമ്മ ഒരു വിച്ചായിരുന്നു, എൻ്റെ അച്ഛനൊരു മകളായിരുന്നു. എൻ്റെ അമ്മ അച്ഛനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അച്ഛനെ അറിയണ്ടായിരുന്നില്ല അമ്മ ഒരു വിസാർഡാണ് അല്ലെങ്കിൽ വിച്ചാണെന്നുള്ള കാര്യം. പിന്നീടാണ് അറിഞ്ഞത്. അച്ഛന് ഭയങ്കര ഷോക്കായിരുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ ചിരിക്കുക. അങ്ങനെ ഹാരി എന്ത് ചെയ്യാണ്, ഇവരുടെയൊക്കെ വർത്താനം കേട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുക. അപ്പുറത്ത് ഹെർമേണിയും പേഴ്സിയും കൂടി ഫുള്ള് പുസ്തകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കണത്. ആ പുസ്തകം പഠിച്ചോ, ഈ പുസ്തകം പഠിച്ചോ, മറ്റേ സ്പെല്ല് പഠിച്ചോ, മറിച്ച സ്പെല്ല് പഠിച്ചു എന്ന്. റോണാണെങ്കിൽ കൂടി ഇന്ന് ഫുഡിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കണം. അങ്ങനെ ഇവർക്ക് വലിയൊരു ഫീസ്റ്റ്, വലിയൊരു എന്താ പറയുക, ഒരു മേശ നിറയെ ഭക്ഷണം ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് ഹോഗ്വാർട്സിൽ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ആ ഒരു അഡ്മിഷൻ സെറമണിക്ക്. അങ്ങനെ ഹാരി ഇന്ന് വയറ് നിറയെ ഭക്ഷണം കഴിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഹാരിക്ക് ഇത്രയും നല്ലൊരു ഫുഡ് കിട്ടണത്. അപ്പം ഡെസ്ലീസിൻ്റെ വീട്ടിൽ ഹാരിനെ സത്യം പറഞ്ഞാൽ അവർ പട്ടിണി കിടത്തിയിട്ടൊന്നും ഇല്ലെങ്കിലും ഹാരിക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഹാരിക്ക് കുറച്ച് ഭക്ഷണം മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഹാരിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുക. അങ്ങനെ ഹാരിക്ക് ആദ്യമായിട്ട് തോന്നുകയാണ് ഇതാണ് എൻ്റെ വീട്. ഒരിക്കലും മഗൾസിൻ്റെ ഇടയിൽ ഹാരിക്ക് അത് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഹാരിക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് വരികയാണ്. അല്ലെങ്കിൽ ഹോഗ്വാർട്സ് എന്ന് പറയുന്നത് എൻ്റെ വീടാണ് എന്നുള്ള രീതിയിൽ ഹാരിക്ക് ഒരു സ്വന്തം വീട് പോലെ ആദ്യമായിട്ട് തോന്നുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ ഹോഗ്വാർട്സ് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഹാരി എന്ത് ചെയ്യാണ്, അന്ന് രാത്രി
ഹാരിയും റോണും കൂടി ഇവരുടെ ഗ്രിഫിൻഡോറിൻ്റെ ടവറിൽ അവരെന്ത് ചെയ്യണം, കടക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇവർക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഹൗസിനും ഓരോരോ റൂമാണ്, ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ റൂമാണ്. ഈ ഓരോരോ റൂമിലേക്ക് കടക്കണമെങ്കിലും ഒരു പാസ്വേഡ് പറയണം. പാസ്വേഡ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റൂമിൻ്റെ മുന്നിൽ ഒരു ഫോട്ടോ ഉണ്ടാവും, അതൊരു വിച്ചാവും, ഒരു ഫോട്ടോ. നമുക്കറിയാമല്ലോ ഇവരുടെ ഫോട്ടോകൾക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. ആ ഫോട്ടോനോട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പാസ്വേഡ് പറയണം. അപ്പോൾ ഈ ഫോട്ടോ ശരിയാണെങ്കിൽ ആ വാതിൽ നമുക്ക് തുറന്നു തരും. ഇങ്ങനെയാണ് കയറുക, അല്ലാണ്ട് എല്ലാവർക്കും ഒന്നും അങ്ങനെ കയറാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ ഈ ഒരു ഹോഗ്വാർട്സിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗോസ്റ്റുകളുണ്ട്, നല്ല നല്ല ഗോസ്റ്റുകളാണ് കേട്ടോ. ഓരോ ഹൗസിനും ഓരോരോ ഗോസ്റ്റുകളുണ്ട്. പിന്നെ ഇവരുടെ ഹൗസിൻ്റെ പരിപാടി എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇവരുടെ ഹൗസിൻ്റെ പോയിൻറ്റ്സ് കിട്ടും, ഇവർ മോശം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഹൗസിൻ്റെ പോയിൻറ്റും കുറയും. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഹൗസിനെയും ബാധിക്കും. അങ്ങനെ ഹാരി എന്ത് ചെയ്യണം, അങ്ങനെ സ്റ്റെപ്പ് കയറി ഈ ഒരു ഗ്രിഫിൻഡോറിൻ്റെ ഡോർമെട്രിയിൽ എത്തുകയാണ്. സത്യം പറഞ്ഞാൽ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ഹോഗ്വാർട്സ് സ്റ്റെപ്പ് നമ്മുടെ സ്റ്റെപ്പുകൾ പോലെയെന്നല്ല, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, അതൊരു മാന്ത്രിക സംഭവമാണ്. അങ്ങനെ ഹാരി എന്ത് ചെയ്യാണ്, അന്ന് ആ ഒരു ഗ്രിഫിൻഡോർ ടവറിൽ ഹാരിക്ക് സ്വന്തം വീട് പോലെ തോന്നുന്ന ആ സ്ഥലത്ത് അന്ന് കടന്നുറങ്ങുകയാണ്. ഇതാണ് ഇനി നമ്മുടെ ഹാരിയുടെ ഹോഗ്വാർട്സ് ജേണി ഇങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്.